നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇലക്ഷൻ എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇന്ന് മധ്യകേരളത്തിലേക്കാണ്. എറണാകുളവും ഇടുക്കിയും ഉൾക്കൊള്ളുന്ന മധ്യകേരളം 19 സീറ്റുകളാണ് ഈ രണ്ട് ജില്ലകളിലും ഉള്ളത്. ഇവിടെ ക്ലീൻ സ്വീപ്പ് ആയിരിക്കും എന്നാണ് UDF പറയുന്നത്. എന്നാൽ ഇടുക്കിയിലെ കണക്കുകളൊന്നും UDFന് അനുകൂലമല്ല. എന്നാൽ കൂടി UDF 5 സീറ്റുകളിലും വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. എറണാകുളം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് എങ്ങനെയാണോ അതുപോലെയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനും. മണ്ഡലങ്ങൾ എല്ലാം തന്നെ സജീവമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. എക്സിറ്റ് പോൾ വന്നതോടുകൂടി പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് UDF കേന്ദ്രങ്ങളും. എന്നാൽ എന്താണ് ഇവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? അതാണ് നമുക്കിന്ന് വിശകലനം ചെയ്യേണ്ടത്. എൻ്റെ കൂടെ ജോർജിയും ചേരുന്നു. എറണാകുളം ജില്ല നമുക്ക് അറിയാവുന്നതുപോലെ കോൺഗ്രസിന്റെ ഒരു പെറ്റ് മണ്ഡലം എന്ന് തന്നെ പറയാം, ഒരു ജില്ല എന്ന് തന്നെ പറയാം. എറണാകുളം ജില്ലയെ എങ്ങനെയാണ് വിശകലനം ചെയ്യുക? ഇപ്പോൾ റോജി തുടക്കത്തിൽ പറഞ്ഞ അതേ വാചകം തന്നെയാണ്. ലീഗിന് മലപ്പുറം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കോൺഗ്രസിന് എറണാകുളം എന്ന് പറയുന്നത്. കോൺഗ്രസിന് എറണാകുളത്തിൽ ഒരു ക്ലീൻ സ്വീപ്പ് അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ഒരു വിജയം അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇന്നലെ പലതും പ്രവചിച്ചു. 14 കിട്ടിയാൽ പോലും അവിടെ അത്ഭുതപ്പെടാനില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ണ് തന്നെയാണ്. കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗക്കാർക്കൊക്കെ അവിടെ ശക്തമായിട്ടുള്ള ഒരു വേരോട്ടമുണ്ട്. പ്രത്യേകിച്ച് നഗരമേഖലകളൊക്കെ കോൺഗ്രസിന്റെ കോട്ടകൾ തന്നെയാണ്, ഉറച്ച കോട്ടകൾ തന്നെയാണ് ഈ തൃക്കാക്കര, എറണാകുളം പോലുള്ള മണ്ഡലങ്ങൾ. ഇനി കിഴക്കൻ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ മൂവാറ്റുപുഴ, മാത്യുക്കുഴലാണ്. അവിടെ നമ്മളൊരു ഡിസ്കഷൻ ഒരു സ്കോപ്പില്ലാത്തൊരു സ്ഥലമാണ്. മാത്യുക്കുഴലാണ്ടിന്റെ ഒരു തേരോട്ടം തന്നെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അങ്കമാലി, റോജി എം ജോൺ എന്ന പേരിന് അപ്പുറത്തേക്ക് അങ്കമാലിക്കാർക്ക് നിലവിലെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു പേര് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഉറച്ച കോട്ട തന്നെയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് പല മണ്ഡലങ്ങളും അത് കോൺഗ്രസിന് തന്നെയാണ് എന്ന് തന്നെയാണ് അത് ഏത് എക്സിറ്റ് പോളുകളും നടത്തിയാൽ പോലും പറയുന്നത്. അതിനാൽ തന്നെ വലിയൊരു ഡിസ്കഷന് സ്കോപ്പില്ല. പക്ഷേ പോലും ചില ഹോട്ട് സീറ്റുകൾ അവിടെയുണ്ട്. 1 കളമശ്ശേരി, 2 തൃപ്പൂണിത്തുറ, 3 കുന്നത്തുനാട്. ഈ 3 മണ്ഡലങ്ങൾ ശക്തമായിട്ടുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയും കാര്യങ്ങൾ കുറെയൊക്കെ കോൺഗ്രസ് അനുകൂലമാണ്. കൊച്ചി വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ്. അതിൽ നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, പെരുമ്പാവൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ ഒരു ഉറച്ച കോട്ട തന്നെയാണ്. എൽദോസ് കുന്നപ്പള്ളി തന്നെയായിരുന്നു അവിടെ വിജയിച്ച് കയറുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രാവശ്യവും പെരുമ്പാവൂര് UDFനൊപ്പം തന്നെ നിൽക്കും എന്നുള്ളതാണ്. ഈ എൽദോസ് കുന്നപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വിഷമം വരാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ പെരുമ്പാവൂര് പലരോടൊക്കെ സംസാരിക്കും, അദ്ദേഹം ഈ ഇലക്ഷന് മുമ്പ് നിരവധി ആയിരക്കണക്കിന് വീടുകൾ അദ്ദേഹം തന്നെ കാൽനടയായിട്ട് യാത്ര ചെയ്ത് കയറി ഇറങ്ങി അങ്ങനെ ഒരു ജനങ്ങളുമായിട്ടുള്ളൊരു അടുത്തൊരു കണക്ഷൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഒരുക്കമായിട്ട്. അതിനാൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ അദ്ദേഹം ചില വിഷമങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ പങ്കുവച്ചത്. ഇപ്പോൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ മനോജ് മുത്തേടൻ മത്സരിക്കുന്നു. ഒപ്പം തന്നെ ബേസിൽ പോൾ അവിടെ കേരള കോൺഗ്രസിന് വേണ്ടിയിട്ട് എമ്മിന് വേണ്ടിയിട്ട് ബേസിൽ പോൾ അവിടെ മത്സരിക്കുന്നു. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, എറണാകുളത്ത് ഈ 2020യുടെ വരവ്, ഇന്ത്യയിലേക്കുള്ള 2020ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം എന്ന് പറയുന്നത്. അപ്പോൾ ആ 2020 ആരുടെയൊക്കെ വോട്ട് ഷെയറിലേക്ക് കടന്നു കയറും എന്നതും വളരെ നിർണായകമാണ്. PP തങ്കച്ചന്റെ നാടാണ്. സാജു പോൾ പലതവണ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അതിനുശേഷം എൽദോസ് കുന്നപ്പള്ളി 2 തവണ പ്രതിനിധീകരിച്ചു. ഇത്തവണ പെരുമാറി വലിയ മാറ്റങ്ങൾക്ക് ഒരു സാധ്യതയില്ല. അത് കോൺഗ്രസിന് തന്നെയാണ്. ഇലക്ഷൻ പോളുകൾ വന്നു കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂരിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു UDF പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അങ്കമാലിയിലേക്ക് വരാം. റോജി എം ജോൺ, അതിനപ്പുറം മറ്റൊരു പേര് അവിടെ ഇല്ല. കാരണം കോൺഗ്രസിന്റെ ഉറച്ച മണ്ണ് തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ഉറച്ച കോട്ട തന്നെയാണ്. അവിടെ റോജി എം ജോൺ തന്നെ 2016-21 റോജി എം ജോൺ തന്നെയാണ്. അതിന് മുമ്പ് ഈ പറയുന്നത് LDF ജോസ് തെറ്റയില്ല, അവിടെ ഒരു പ്രമുഖനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് LDFന്റെ ഒക്കെ. അദ്ദേഹം ജയിച്ചു കയറുന്നു. അതിന് മുമ്പ് കോൺഗ്രസിന്റെ ഉറച്ച മണ്ണാണ് അങ്കമാലി. അതിൽ വേറൊരു ചർച്ചയ്ക്ക് ഒരു സാധ്യതയില്ല. അത്രയും ശക്തമായ LDF കാറ്റൊക്കെ വീശിയാൽ മാത്രമേ അങ്കമാലി റോജി എം ജോണ് തന്നെ. നമുക്ക് ആലുവയിലേക്ക് വരാം. ഇത്തവണ ആലുവ വളരെ നാളുകളായിട്ടുള്ള കോൺഗ്രസിന്റെ കോട്ട തന്നെയാണ്. ഒരിടക്കാലത്ത് മാത്രം എനിക്ക് തോന്നുന്നു 2006 ഞാൻ മനസ്സിലാക്കുന്നു അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ചു ചേർന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ അൻവർ സാദത്ത് വർഷങ്ങളായി 2011 മുതൽ തുടർച്ചയായിട്ട് അവിടെ ജയിച്ചു ചേർന്നു. പക്ഷേ ഇത്തവണ അൻവർ സാദത്തിന് അല്പം ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നത് അരൂര് നേരത്തെ മത്സരിച്ച് ജയിച്ച CPMന്റെ AM ആരിഫ്, നല്ല യുവ മുഖമാണ്. CPMന്റെ നല്ലൊരു നേതാവാണ്. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ ആലുവയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കാര്യങ്ങൾ അൻവർ സാദത്തിന് അവിടെ അനുകൂലം തന്നെയാണ്. അവിടെ മറ്റൊരു അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു ഭൂരിപക്ഷത്തിൽ അല്പം ഒരു ഇടിവ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആലുവയിൽ. ഇനി കളമശ്ശേരി നമ്മൾ പറഞ്ഞതുപോലെ ഹോട്ട് സീറ്റാണ്. അവിടെ പി രാജീവ് മത്സരിക്കുന്നു. പി അബ്ദുൾ ഗഫൂർ മത്സരിക്കുന്നു. നേരത്തെ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുട്ടിയുടെ മകനാണ്. അവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ്. പി രാജീവ് എന്ന വ്യക്തി നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് മാർക്ക് അവിടെ ഇല്ല. വ്യവസായ മന്ത്രിയാണ്. നല്ലൊരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചു. അതിനാൽ തന്നെയാണ് അവിടെ മത്സരം ഒരു ടൈറ്റ് ബലാബൽ എന്ന രീതിയിൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും ഈ MLA-മാരോടുള്ള വികാരം കുറവായതുകൊണ്ട്. അതുപോലെ തന്നെയാണ് രാജീവ് അവിടെ തന്നെ ഒരു ജനപ്രിയനായ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ അവിടെ ഉണ്ടാവും. അതുപോലെ ഇബ്രാഹിം കുഞ്ഞ് അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പലപ്പോഴും വോട്ടായി മാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും UDFന് ഒരു എഡ്ജ് അവിടെ നൽകുന്നുണ്ട്. ഏകദേശം 10ഓളം മന്ത്രിമാർ തോൽക്കും എന്നുള്ള പ്രവചനം വന്നിരുന്നു. അതിൽ ഒരു പക്ഷേ രാജീവ്
സാധ്യമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു ബലാബലമാണ് അവിടുത്തെ നിലവിലെ സാഹചര്യം. നേരത്തെ ഈ മുഹമ്മദ് ഷിയാസ് അവിടെ മത്സരിക്കുന്നു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന അബ്ദുൾ ഗഫൂർ അവിടെ മത്സരിക്കുന്നു. ബലാബലം തന്നെയാണ്. ഒരുപക്ഷെ ഈ 14 ഏതെങ്കിലും ഒരു മണ്ഡലം LDF-ന് എറണാകുളം ജില്ലയിൽ കിട്ടുവാണെങ്കിൽ അത് ഒരുപക്ഷെ കളമശ്ശേരി ആകാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പറവൂരിലേക്ക് വരാം. ഭാവി മുഖ്യമന്ത്രിയുടെ ഒരു മണ്ഡലം, ഒരു മണ്ഡലം പറവൂര്. പക്ഷേ നമുക്ക് ET ടൈസൺ മാസ്റ്റർ അദ്ദേഹത്തെ എഴുതി തള്ളാൻ സാധിക്കുകയില്ല. നേരത്തെ തൃശ്ശൂർ എനിക്കൊന്ന് കയ്പമംഗലത്ത് ആയിരുന്നു അദ്ദേഹം നിന്നത് എനിക്ക് തോന്നുന്നു. 2001 മുതൽ VD സതീശൻ അവിടെ ജയിച്ച് കയറുന്ന ഒരു സ്ഥലമാണ്. ഓരോ ഇലക്ഷനിലും കൃത്യമായ ഭൂരിപക്ഷം അദ്ദേഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. LDF അധികാരത്തിൽ വന്നാലും UDF അധികാരത്തിൽ വന്നാലും അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് അത് തന്നെയാണ്. അവിടെ മറിച്ചൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. വൈപ്പിനിലേക്ക് വരാം. നമുക്കറിയാം വൈപ്പിനിലെ MLA ആയിരുന്ന ഉണ്ണികൃഷ്ണൻ അദ്ദേഹം തൃപ്പൂണിത്തുറയിലേക്ക് മാറുന്നു. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ടോണി ചമ്മണി അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ടോണി ചമ്മണി എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ മേയറായിരുന്നു. കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചി ഈക്വൽ ടു ടോണി ചമ്മണി എന്ന രീതിയിലേക്ക് ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ അതെ. അപ്പോൾ ഒരു മേയർ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ അവിടെ അന്തരീക്ഷത്തിൽ ഉണ്ട്. അതിനാൽ തന്നെ ടോണി ചമ്മണിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ലാറ്റിൻ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ടോണി ചമ്മണി എന്ന് പറയുന്നത്. 2011 മുതൽ തന്നെ LDF-ന്റെ ഒരു കോട്ടയാണ് എന്ന് പറയുന്നത്. അവിടെ ശക്തമായ ഒരു വോട്ട് ബാങ്ക് തന്നെ CPM-ന് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ടോണി ചമ്മണി വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹം കൊച്ചിയിൽ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചർച്ചാ വിഷയമാകും. പക്ഷേ LDF-ന്റെ ഈ കോട്ടയെ എങ്ങനെ ഇളക്കം തട്ടിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് വൈപ്പിൻ എന്ന് പറയുന്നത് LDF തന്നെ തുടരുമോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ LDF-ന് ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്ന് കളമശ്ശേരി, വൈപ്പിൻ. അവിടെ നാട്ടുകാരിയായിട്ടുള്ള MP ഷൈനിയാണ് LDF-ന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. NDA-ക്ക് വേണ്ടിയിട്ട് അനിത തോമസ് മത്സരിക്കുന്നു. പക്ഷേ ടോണി ചമ്മണി നല്ലൊരു ഫൈറ്ററാണ്. നേരത്തെ റോജി പറഞ്ഞതുപോലെ LDF-ന്റെ കാലങ്ങളായിട്ടുള്ളൊരു വോട്ട് തന്നെയാണ്. ഈ നേരത്തെ മുൻ മന്ത്രി S. ശർമ്മയൊക്കെ അവിടെ പലതവണ ജയിച്ചു കയറിയിട്ടുള്ള സ്ഥലമാണ് ഈ വൈപ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ കളമശ്ശേരി വൈപ്പിൻ ഒരു ബലാബലം എന്ന് നമുക്ക് പറയാം. ഇനി കൊച്ചിയിലേക്ക് വരാം. കൊച്ചിയും ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെ. KJ മാക്സി 2016, 2021 അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ശക്തനായ ഒരു നേതാവാണ്. അതിലേറെ നന്നായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ജനപ്രിയനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ UDF-ന് വേണ്ടി വന്നിരിക്കുന്നത് മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റാണ്. DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ കൂട്ടാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ടൈറ്റ് മത്സരം തന്നെയാണ് അവിടെ നടത്തുക. അവിടെ ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുമ്പോൾ VD സതീശന് നോമിനിയാണ്. VD സതീശൻ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമുക്കറിയാം ലാറ്റിൻ സമുദായമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളൊക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ ലാറ്റിൻ സമുദായത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ KJ മാക്സി 2 തവണ അവിടെ മത്സരിച്ച് ജയിച്ചു. അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ഈ LDF സർക്കാർ കൊണ്ടുവന്ന ചില പദ്ധതികൾ, ടെട്രാപോഡ് പോലുള്ള പദ്ധതികൾ, ഈ കടൽ സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതി, അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ കൊച്ചി മേഖല കേന്ദ്രീകരിച്ചുള്ള ഈ ജനങ്ങളാണ്. അപ്പോൾ അത് ഒരുപക്ഷെ വോട്ടായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന DCC പ്രസിഡന്റിന് വേണ്ടി കോൺഗ്രസുകാർ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം മുഖ്യമന്ത്രി ആരാകണം എന്ന ഒരു ചർച്ചയ്ക്ക് എറണാകുളത്ത് തുടക്കം കുറിച്ചു. മുഹമ്മദ് ഷിയാസാണ് ആദ്യമായിട്ട് എറണാകുളത്തുള്ള ഒരാൾ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നൊരു പരാമർശം ഉണ്ടാകുകയും പിന്നീട് ഇത് ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് അത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചി നമുക്ക് ആർക്കാണ് ഒരു എഡ്ജ് എന്ന് പറയാൻ സാധിക്കില്ല. KJ മാക്സിക്ക് അല്പം ഒരു എഡ്ജ് അവിടെയുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ഈ തരംഗത്തിൽ ഈ പറയുന്ന കൊച്ചി ആയിക്കോട്ടെ, വൈപ്പിനായിക്കോട്ടെ, കളമശ്ശേരി ആയിക്കോട്ടെ ഒന്ന് UDF-ന്റെ കൂടെ പോരാനുള്ള ഒരു സാധ്യത ആ ഒരു സുനാമിയിൽ. തൃപ്പൂണിത്തുറ മറ്റൊരു ഹോട്ട് സീറ്റ് ആണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈപ്പിനിലെ MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടേക്ക് വരുന്നു. അവിടെ ഈ പറയുന്ന കെ ബാബു വർഷങ്ങളായിട്ട് അവിടെ ജയിച്ചു കയറുന്ന ഒരു MLA ആണ്. മുൻ എക്സൈസ് മന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നോമിനിയായിട്ടുള്ള ദീപക് ജോയി അവിടെ മത്സരിക്കുന്നു. ഒരു തവണ മാത്രമാണ് കെ ബാബു അവിടെ നിന്ന് പരാജയപ്പെടുന്നത്. അതെ, നിലമ്പൂരുകാരനായ M. സ്വരാജാണ് വന്നിട്ട് പരാജയപ്പെടുത്തിയത്. അതായത് M. സ്വരാജ് 2016 ഒരു അട്ടിമറി വിജയം സംബന്ധിച്ചു. പക്ഷേ അടുത്ത വർഷം മത്സരിച്ച് കഴിഞ്ഞപ്പോൾ കെ ബാബു തിരിച്ചു പിടിക്കുകയും ചെയ്തു. പക്ഷേ ആ വിജയം എന്ന് പറയുന്നത് CPM-ന് നൽകിയ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. ഇത് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. ഇപ്പോൾ ദീപക് ജോയി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മേയറാണ് കൊച്ചിയുടെ. അപ്പൊ ആ ഒരു എഡ്ജും കൂടി അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വിജയം UDF-നൊപ്പമാവാനുള്ള സാധ്യതയുണ്ട്. തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ അവിടെ NDA-ക്ക് കുറച്ചൊരു എഡ്ജുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ അവർക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ സിനിമാ നടിയായിട്ടുള്ള അഞ്ജലി PV ചക്ക ചിഹ്നത്തിൽ 2020 സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ അവിടെ BJP തന്നെ മത്സരിക്കുകയായിരുന്നെങ്കിൽ നല്ലൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾ അഞ്ജലി PV-യെ ശ്രദ്ധിക്കാനുള്ള കാരണം വലിയൊരു വിവാദം ഉണ്ടാക്കിയിരുന്നു. എന്റെ പേര് അഞ്ജലി PV അല്ല, ഞാൻ അഞ്ജലി നായരാണ് എന്നൊരു വിവാദം ഉണ്ടാക്കി. അതിലൂടെ കൂടുതൽ
ഐഡന്റിഫിക്കപ്പെടുകയും ചെയ്തു. ഇന്ന വ്യക്തിയാണ് ആ മണ്ഡലത്തിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു ശ്രദ്ധ കിട്ടുകയും ചെയ്തു. അപ്പോൾ വോട്ട് എത്രത്തോളം കിട്ടുമെന്നുള്ളത് നോക്കേണ്ടത്. പക്ഷേ ഇവിടെ കെ ബാബുവിന്റെ നോമിനിയാണ് ദീപക് ജോയി. അതിനാൽ തന്നെ ഒരു അപ്പർ ഹാൻഡ് അവിടെ കോൺഗ്രസിനുണ്ട് അവിടെ എന്ന് പറയാം. കാരണം കോൺഗ്രസിന്റെ വർഷങ്ങളായിട്ടുള്ള വോട്ട് തന്നെയാണ്. പിന്നെ എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്നത് ഈ ജയപരാജയങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ബിജെപിയുടെ വോട്ടുണ്ട് അവിടെ, അതായത് 2020യുടെ വോട്ടുണ്ട്. ഈ രണ്ടു കൂടി ഒന്ന് ചേർന്നിട്ട് എത്ര വോട്ടുകൾ അവിടെ അതാണ് നോക്കേണ്ടത്. നമുക്ക് എറണാകുളത്തേക്ക് വരാം. നമുക്ക് ഡിസ്കഷൻ സ്കോപ്പില്ല. എറണാകുളം അത് കോൺഗ്രസിന്റെ കോട്ടയാണ്. ടി ജെ വിനോദ് തന്നെ അവിടെ ജയിച്ചു കയറും. അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സാബു ജോർജ് മത്സരിക്കുന്നു. ബി ജെ പിക്ക് വേണ്ടി പി ആർ ശിവശങ്കർ മത്സരിക്കുന്നു. അത് അവിടെ ടി ജെ വിനോദ് തന്നെ. നമുക്ക് വേറെ ഡിസ്കഷന്റെ കാര്യമില്ല. തൃക്കാക്കരയിലേക്കും വരാം. അവിടെ ഉമാ തോമസ് തന്നെയായിരിക്കും ജയിക്കാനുള്ള സാധ്യത. ജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പി ടി തോമസിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ്. നേരത്തെ നമുക്കറിയാം ബെന്നി ബെഹനാനൊക്കെ അവിടെ എം എൽ എ ആയിട്ട് ജയിച്ചു കയറിയിരുന്നു. അവിടെ അഖിൽ മാരാർ, അതാണ് തൃക്കാക്കരയെ വ്യത്യസ്തമാക്കുന്നത്. അഖിൽ മാരാർ ഞാൻ തന്നെ ജയിക്കും, വലിയൊരു അപാരമായിട്ടുള്ള കോൺഫിഡൻസിലാണ്. തീർച്ചയായിട്ടും അഖിൽ മാരാർ പറഞ്ഞ ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ ഞാനും ശോഭാ സുരേന്ദ്രൻ ഒന്നിച്ച് നിയമസഭയിലേക്ക് പോകും എന്നൊരു പരാമർശം നടത്തുന്നത് ഭയങ്കര ട്രോളുകൾ ഉണ്ടാവുകയും ചെയ്ത ഒരു ഒന്നാണ്. പിന്നെ അഡ്വക്കേറ്റ് പുഷ്പദാസ് CPM-ന് വേണ്ടിയിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട്. ഉമാ തോമസിന് തന്നെയാണ് അവിടെ കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ. തൃക്കാക്കരയിൽ ഉമാ തോമസിനില്ല. കുന്നത്തുനാടാണ് ഒരു വലിയൊരു ഹോട്ട് സീറ്റ് ആയിട്ട് എറണാകുളത്ത് നിൽക്കുന്നത്. ശ്രീനിജൻ അവിടെ സിറ്റിംഗ് MLA മത്സരിക്കുന്നു. VP സജീന്ദ്രൻ മുൻ MLA ആയിരുന്നു കുന്നത്തുനാടിന്റെ മത്സരിക്കുന്നു. 2020ക്ക് വേണ്ടിയിട്ട് മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള ആരാണ് ബാബു ദിവാകരൻ അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ 2020യുടെ ഒരു കോർ ഏരിയ തന്നെയാണ് ഈ കുന്നത്തുനാട് എന്ന് പറയുന്നത്. 2020യുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ഇന്ത്യക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് ഈ കുന്നത്തുനാടിന്റെ റിസൾട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. UDF വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷ വ്യക്തിയാണ്. സജീന്ദ്രനിലൂടെ ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു എഡ്ജ് സജീന്ദ്രന് ഉണ്ട്. പക്ഷേ സിറ്റിംഗ് MLA എന്ന രീതിയിൽ ശ്രീനജനും അവിടെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വോട്ട് ഈ 2020യുടെ വോട്ട് എത്രത്തോളം വരും നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. LDF-ന്റെയാണോ UDF-ന്റെയാണോ വോട്ടുകൾ ശേഖരിക്കുക എന്നുള്ളത് നിർണായകമാണ് ഇവിടെ കുന്നത്തുനാട്. അപ്പൊ അവിടെയും ബലാബലം എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പിറവത്തേക്ക് വരാം. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അനൂപ് ജേക്കബ്, കേരള കോൺഗ്രസ് ജേക്കബിന്റെ ഏക സീറ്റാണ് പിറവം എന്ന് പറയുന്നത്. അനൂപ് ജേക്കബ് തന്നെ അവിടെ ജയിച്ചു കയറും. വേറെ അതിന്റെ ഒരു ഡിസ്കഷന് ഒരു സാധ്യതയില്ലാത്ത മണ്ഡലമാണ്. മൂവാറ്റുപുഴയിലേക്ക് വരാം. മാത്യു കുഴൽനാടന്റെ മൂവാറ്റുപുഴ നമുക്കറിയാം. നമ്മൾ 2011 മുതൽ എടുത്തു നോക്കുമ്പോൾ മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച ഒരു ചരിത്രമുണ്ട്. 11-ൽ ജോസഫ് വാഴക്കൻ, 16-ൽ എന്തോ അബ്രാഹാം, പിന്നെ 21-ൽ വീണ്ടും മാത്യു കുഴൽനാടൻ 6000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഇത്തവണ കാര്യമായിട്ടുള്ള ഒരു വെല്ലുവിളി മാത്യു കുഴൽനാടനില്ല. ഒരു പ്രതിപക്ഷ MLA ആയിട്ട് കൂടി ശക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പിണറായി സത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്നത് നിയമസഭയിലേക്ക് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെല്ലാം തന്നെ ഓൾറെഡി വൈറലായ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ പിണറായി സത്തിനെതിരെയും ഇപ്പോഴത്തെ ആ ഭരണകൂടത്തിനെതിരെയും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് ഒരു യുവ നേതാവ് എന്ന രീതിയിൽ ഒരുപാട് കയ്യടികൾ നേടിയ ഒരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന നിയമസഭയിൽ നിന്ന് ലഭിക്കുന്ന പൈസകളൊന്നും തന്നെ അദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല. അവിടെ നാട്ടുകാർക്ക് വേണ്ടി വീട് വെച്ചുകൊടുക്കാൻ വേണ്ടി ഒക്കെ ചെയ്ത അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തി തന്നെയാണ്. കാരണം എന്റെ ജന്മനാട് കൂടിയാണ് മൂവാറ്റുപുഴ. അതിനാൽ തന്നെ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. മറ്റ് MLA-മാർ ചെയ്തതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പ്രതിപക്ഷ MLA ആയിട്ട് കൂടി അദ്ദേഹം വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് ശക്തമായിട്ടുള്ള നഗരവികസനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും, മുറിക്കൽ ബൈപ്പാസ് ഉൾപ്പെടെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അവിടെ ചെയ്യാൻ സാധിച്ചു. NDA-ക്ക് വേണ്ടിയിട്ട് സണ്ണി കടുത്താഴി അദ്ദേഹം മത്സരിക്കുന്നു. 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കാര്യമായിട്ടുള്ള വെല്ലുവിളികളില്ല. LDF സ്ഥാനാർത്ഥി N അരുൺ, അത് മാത്യു കുഴൽനാടിന്റെ ഒരു തേരോട്ടം തന്നെ. അത്രയും നോക്കിയാൽ ഒരു 10K+ പോകാനുള്ള എല്ലാ സാധ്യതയും മൂവാറ്റുപുഴയിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. കോതമംഗലമാണ് നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വലിയൊരു കോട്ട തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറെ തവണയായിട്ട് ആന്റണി ജോൺ CPM-ന് വേണ്ടിയിട്ട് അവിടെ മത്സരിച്ച് ജയിച്ചു കയറുന്നുണ്ട്. ഇത്തവണ ഷിബു തെക്കുംപുറം കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു. ഒരു നല്ലൊരു മത്സരം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സഭാ വോട്ടുകളേറെ അക്കോബായ സഭയുടെ വോട്ടുകൾ നിർണായകമാണ്. ആർക്ക് ലഭിക്കും ഈ സഭാ വോട്ടുകൾ എന്നുള്ളത് അവിടെ ഒരു ജയപരാജയങ്ങളെ വരെ തീരുമാനിക്കാൻ കഴിയുന്ന സാധ്യതയുണ്ട്. ആന്റണി ജോണിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കും. നമ്മൾ നേരത്തെ ഈ LDF MLA-മാരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊരു നെഗറ്റീവ് അഭിപ്രായം അവിടെ ഇല്ല. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് അവിടെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മുതലെടുത്തുകൊണ്ട് ഷിബു തെക്കുംപുറത്തിന് അവിടെ ജയിച്ചു. ഷിബു തെക്കുംപുറം നാട്ടുകാരൻ തന്നെയാണ്. കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കോതമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത്തവണ ഒരു നമുക്ക് ആര് ജയിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. അവിടെയും ബലാബലമാണ്. കോതമംഗലം ഈ പറയുന്ന പോലെ തൃപ്പൂണിത്തുറ, കുന്നത്തുനാട്, കളമശ്ശേരി ഒക്കെ ഒരു ബലാബലമാണ്. പക്ഷെ ഒരു സ്ലൈറ്റ് എഡ്ജ് UDF-നുണ്ട് എന്ന് നിരീക്ഷകർ പറയുന്നു. ഓക്കെ, തീർച്ചയായിട്ടും കോതമംഗലം, കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ, കളമശ്ശേരി എന്ന് പറയുന്ന LDF-ന് വേണ്ടി ഒരു ബലാബലമാണ്. അങ്ങോട്ട് വേണമെങ്കിൽ ചായം. പക്ഷേ ചായാൻ സാധ്യത കൂടുതലുള്ളത് UDF-ന്റെ പക്ഷത്തേക്കാണ്. ഈ കോതമംഗലം പോലുള്ള, കുന്നത്തുനാട്, കോതമംഗലം പോലുള്ള മണ്ഡലങ്ങൾ കുറെ കൂടി ചായാൻ കൂടുതൽ സാധ്യതയുള്ളത് UDF-ന്റെ പക്ഷത്തേക്കാണ്. നമുക്കിനി എറണാകുളം കഴിഞ്ഞു നമുക്ക് ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. 4 LDF-ന്റെ കയ്യിലാണ്. ഒന്ന് മാത്രം UDF-ന്റെ കയ്യിൽ, തൊടുപുഴ മാത്രമാണ് അത് കേരള കോൺഗ്രസിന്റെ കയ്യിലുമാണ് ഉള്ളത്. അവിടെ ശക്തമായ ഒരു മുന്നേറ്റം നടന്ന UDF-ന് കഴിയുമെന്ന് പറയുന്നു. UDF നേതാക്കന്മാർ പറയുന്നത് ഇടുക്കിയിൽ ഒരു ക്ലീൻ സ്വീപ്പ് ആയിരിക്കും.
അഞ്ച് മണ്ഡലങ്ങളും സ്വന്തമാക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എത്രത്തോളം അത് സാധ്യമാണ് എന്നുള്ളതാണ്. അതെ, നമുക്ക് ദേവികുളം മുതൽ തുടങ്ങാം. നമുക്ക് ദേവികുളത്ത് ഒരു രാജമാരുടെ പോരാട്ടമാണ്. LDF വേണ്ടി A രാജ സിറ്റിംഗ് MLA, UDF വേണ്ടി F രാജ, NDAക്ക് വേണ്ടിയിട്ട് S രാജേന്ദ്രൻ. ഓർക്കുക, S രാജേന്ദ്രൻ CPM നേതാവാണ്. NDA ഈ ഇടുക്കി ജില്ലയിൽ ആകപ്പാടെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ദേവികുളം എന്ന് പറയുന്നത്. കുറെ വർഷങ്ങളായിട്ട് പല തവണയായിട്ട് അവിടെ LDFന്റെ ഒരു കോട്ട തന്നെയാണ് ദേവികുളം എന്ന് പറയുന്നത്. പക്ഷേ S രാജേന്ദ്രന്റെ BJPയിലേക്കുള്ള പോക്ക്, ഭരണവിരുദ്ധ വികാരം, ഈ തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ മലയോര മേഖല നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ അതാണ് UDF കുറച്ചൊരു പ്രതീക്ഷ ദേവികുളത്ത് വെക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 7848 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു A രാജ അവിടെ വിജയിച്ചത്. എനിക്ക് തോന്നുന്നു ഈ തോട്ടം മേഖലകളിലെ തൊഴിലാളികൾ തന്നെയാണ് ഇവിടെ വോട്ട് ബാങ്ക്. അപ്പോൾ അത് അവരെത്രത്തോളം സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരുപാട് ഈ ഭരണത്തിന്റെ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം തന്നെ കോൺസിക്വൻസസ് അനുഭവിച്ച വ്യക്തികളാണ് ഈ തോട്ടം മേഖലയിലെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വോട്ട് എങ്ങോട്ട് എന്നുള്ളതും ഒരു ചിന്തനീയമായ കാര്യം തന്നെയാണ്. തമിഴ് വോട്ടുകളും വളരെയധികം നിർണായകം തന്നെയാണ്. ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് അവിടെയുള്ളത്. പക്ഷേ UDF ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഉടുമ്പൻചോലയിലേക്ക് വരാം. നമുക്കറിയാം, ഒരു സാധ്യത പറയുന്നത് 4 മണ്ഡലങ്ങൾ UDF പിടിച്ചെടുത്താൽ ഒരു മണ്ഡലം LDFനൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് ഉടുമ്പൻചോലയായിരിക്കും. ആശാന്റെ മണ്ഡലമാണ്, MM മണിയുടെ മണ്ഡലമാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിരിക്കുന്നു 2001 മുതലുള്ള കാലഘട്ടം മുതൽ തന്നെ ഉടുമ്പൻചോലയിൽ അവിടെ ജയിച്ചു കയറുന്നത് LDF തന്നെയാണ്. കഴിഞ്ഞ തവണ MM മണിക്ക് 38,000-ഓളം വോട്ടുകളാണ് ലഭിച്ചത്. അതെ, 305 വോട്ടുകൾ അവിടെ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2016 1000 വോട്ടുകൾ, 2011 9,000-ഓളം വോട്ടുകൾ. അപ്പോൾ എത്ര UDF തരംഗം ആഞ്ഞടിച്ചാലും LDFന്റെ ഒപ്പം നിൽക്കുന്നതാണ് ഉടുമ്പൻചോല. ഉടുമ്പൻചോലയിൽ അവിടെ LDFന് അനുകൂലമായിട്ടുള്ളൊരു വികാരമുണ്ട്. പക്ഷേ അവിടെ അപ്പുറത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് സേനാപതി വേണുവാണ്. KK ജയചന്ദ്രൻ LDFന് വേണ്ടിയിട്ട് അവിടെ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി സംഗീത വിശ്വനാഥൻ മത്സരിക്കുന്നു. അവിടെ ഒരു എഡ്ജ് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ LDF. അതെ, സേനാപതി വേണുവിന് UDF വിജയിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തനങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയിക്കുമെന്നൊരു പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം തന്നെയാണ്. LDFന്റെ കയ്യിൽ നിന്ന് ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒട്ടും ശുഭകരമല്ല UDF. തൊടുപുഴ വരാൻ നമുക്ക് ചർച്ചയ്ക്ക് ആവശ്യമില്ല. PJ ജോസഫിന്റെ മണ്ണാണ്. അദ്ദേഹത്തിന്റെ മകൻ അബു ജോൺ ജോസഫ് അവിടെ മത്സരിക്കുന്നു. ശ്രീ ചാഴികാടൻ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സരിക്കുന്നു. റോയി A വരിക്കാട് അദ്ദേഹം 2020ക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്നു. ഭൂരിപക്ഷം എത്രയെന്ന് മാത്രം, അബു ജോണിന്റെ ഭൂരിപക്ഷം എത്രയെന്ന് ശ്രദ്ധേയമാണ്. കാരണം തൊടുപുഴ എന്ന് പറയുന്നത് തൊടുപുഴയെ ഒരു മിടുക്കിയാക്കി മാറ്റുന്നതിൽ PJ ജോസഫ് വഹിച്ച പങ്ക് വളരെ നിർണായകം തന്നെ. ഈ ഇടത്തരം നഗരങ്ങളിൽ ഏറ്റവും മികച്ചൊരു നഗരമാണ് ഈ കേരളത്തിൽ തൊടുപുഴ എന്ന് പറയുന്നത്. നമുക്ക് സിനിമ ഷൂട്ടിംഗ് അങ്ങനെ നമുക്ക് തൊടുപുഴയിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രദേശത്തെത്തിയ ഒരു ബിഗ് ഫീലാണ്. അത്രത്തോളം വികസിത മേഖലയാക്കാൻ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ തൊടുപുഴയെ ഒരു വികസിത മേഖലയാക്കാൻ PJ ജോസഫിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 20,259 വോട്ടുകളായിരുന്നു ഭൂരിപക്ഷം. ഏകദേശം ആ ഒരു ഭൂരിപക്ഷത്തിനടുത്ത് തന്നെ ഇത്തവണയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇടുക്കിയാണ്. റോഷി അഗസ്റ്റിൻ. ഇടുക്കി എന്ന് പറയുമ്പോൾ റോഷി അഗസ്റ്റിൻ തോൽക്കും എന്ന് ഒരു നിരവധി പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാലങ്ങളായിട്ട് റോഷി അഗസ്റ്റിൻ ഇടുക്കിയുടെ മണ്ണിൽ ഉണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ബസ്സിൽ വന്ന് ഒരു ബാഗ് കൊണ്ട് ഇറങ്ങി വന്നു, പിന്നീട് ജനപ്രതിനിധിയായി മാറുകയും എന്ന നിരവധി കഥകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ജനകീയ വ്യക്തിയാണ്. പക്ഷേ ഈ കുറി എങ്ങനെ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇത്തവണ ഈ റോഷി അഗസ്റ്റിൻ മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ MLA ആയിട്ടുള്ള റോഷി അഗസ്റ്റിൻ മണ്ഡലത്തോട് പുലർത്തിയ ഒരു ബന്ധം, പക്ഷേ മന്ത്രിയായതിനു ശേഷം അതിന് കാര്യമായ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല എന്നൊരു ആരോപണം എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനാൽ മാത്രമല്ല, ആദ്യമായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി UDFന് വേണ്ടി നിൽക്കുന്നു. റോയി കെ പൗലോസ് ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ഈ കൈപ്പത്തി ചിഹ്നം അവിടെ നിൽക്കുന്നു, ആ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അത് റോഷി അഗസ്റ്റിന് വലിയൊരു പ്രതിബന്ധമാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഓർക്കുക, 2001 മുതൽ 25 വർഷത്തിലധികമായിട്ട് ഇടുക്കിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് റോഷി അഗസ്റ്റിൻ. കഴിഞ്ഞ പ്രാവശ്യം 5573 വോട്ടുകളേ ഉള്ളൂ. ഈ വോട്ടുകൾ മറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി എനിക്ക് ഫ്രാൻസിസ് ജോർജ്, അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് വളരെ സൗമ്യനായിട്ടുള്ള വ്യക്തിയാണ്. UDFന് വേണ്ടിയിട്ട് അവിടെ നിന്ന് നല്ലൊരു പോരാട്ടം കഴിഞ്ഞ തവണ അവിടെ നടന്നിരുന്നു. അപ്പോൾ ഇത്തവണ കാര്യങ്ങൾ റോഷി അഗസ്റ്റിന് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും റോഷി അഗസ്റ്റിന് എളുപ്പം തന്നെയല്ല. അത് UDF കണ്ണുവെച്ചിരിക്കുന്ന ഒരു കോട്ട തന്നെയാണ്. നിരവധി മന്ത്രിമാർ തോൽക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ റോഷി അഗസ്റ്റിന്റെ പേര് കൂടി വരുന്നുണ്ട്, പലരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. ബലാബലം തന്നെയാണ്, പ്രവചനാതീതം തന്നെയാണ്. പീരുമേട് വർഷങ്ങളായിട്ട് LDFനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. CPIയുടെ മണ്ഡലമാണ്. ബിജിമോൾ MLA പലതവണ 2011 ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ്. പക്ഷെ ഇത്തവണ പറയുന്നത് നമുക്കറിയാം, വാഴൂർ സോമൻ അദ്ദേഹത്തിന്റെ മരണം ഈയിടയ്ക്കാണ് സംഭവിച്ചത്. കഴിഞ്ഞ തവണ അദ്ദേഹമായിരുന്നു അവിടുത്തെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ സിറിയക് തോമസ് ശക്തമായിട്ടുള്ള മുന്നേറ്റം പീരുമേട് കാഴ്ചവെക്കുന്നുണ്ടെന്ന്, അതായത് ഉറപ്പായിട്ട് UDF ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കിയിൽ തൊടുപുഴ പീരുമേട്. അത് 2 മണ്ഡലം ഷുവറായിട്ട് അവർ പറയുന്നുണ്ട്. കാരണം ശക്തമായിട്ടുള്ള മത്സരം സിറിയക് തോമസ് അവിടെ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 1835 വോട്ടുകൾ
ഉള്ളൂ. അതെ അതെ, കെ സലീംകുമാറാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ തൊടുപുഴ പീരുമേട് ഉറപ്പായിട്ടും UDF കിട്ടാൻ സാധ്യതയുണ്ട്. ഉടുമ്പൻചോല LDF, ഈ ദേവികുളവും ഇടുക്കിയും നമുക്ക് ബലാബലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണ് ഇടുക്കിയുടെ ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ എറണാകുളത്ത് UDF ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 സീറ്റുകൾ LDF പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 4-5 അതിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നുന്നു 14-2 അല്ലെങ്കിൽ 14-3 ആ രീതിയിലേക്ക് 14-ൽ ഒരു 3-2 സീറ്റുകൾ LDF കിട്ടും. അതിനുള്ള സാധ്യത. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ 2 സീറ്റ് ഉറപ്പായിട്ട് UDF അതിനകത്ത് പറഞ്ഞതുപോലെ പീരുമേടും ഇടുക്കിയും ഉറപ്പായിട്ട് UDF. ദേവികുളം ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ 3-2 അല്ലെങ്കിൽ 4-1, 4 UDF 1 LDF എന്നുള്ള രീതിയിലേക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ബലാബലം തന്നെയാണ് പലയിടങ്ങളിലും. 85ഓളം സീറ്റുകൾ UDF പ്രവചിക്കുമ്പോഴും എറണാകുളവും ഇടുക്കിയും എന്ന് പറയുന്ന 2 ജില്ലകളെ നോക്കുമ്പോൾ ബലാബലമുള്ള ചില ഹോട്ട് സീറ്റുകൾ അവിടെയുണ്ട്. അവിടെ ആരൊക്കെ വിജയിച്ച് കയറും എന്നുള്ളത് 4-ാം തീയതി മാത്രമാണ് അറിയാൻ കഴിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.